ജനാധിപത്യ സംരക്ഷണത്തിന് ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരണമെന്ന് കേന്ദ്ര വഖഫ് ബോർഡ് കൗൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് BM ജമാൽ പറഞ്ഞു. ഉദുമ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി K നീലകണ്ഠനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കലാ സാംസ്കാരിക പ്രവർത്തകർ പള്ളിക്കരയിൽ സംഘടിപ്പിച്ച വിജയം കയ്യിൽ സാംസ്കാരിക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ സംരക്ഷണത്തിന് ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരണമെന്ന് കേന്ദ്ര വഖഫ് ബോർഡ് കൗൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് BM ജമാൽ പറഞ്ഞു. കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധമായി തീർന്നെന്നും അതിനാൽ ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകർ പോലും തുടർഭരണം ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉദുമ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി K നീലകണ്ഠനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കലാ സാംസ്കാരിക പ്രവർത്തകർ പള്ളിക്കരയിൽ സംഘടിപ്പിച്ച വിജയം കയ്യിൽ സാംസ്കാരിക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എങ്കിലും എന്റെ പഴയ സഹഭാരവാഹിയായിരുന്ന ബാലകൃഷ്ണന്റെ വിജയത്തിനും പ്രവർത്തനം വേണ്ടി ഞാൻ സജീവമായി ഒരു വാശിയോട്, കാരണം മൂന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് ആ സർക്കാരിനോടുള്ള ഫൈറ്റിന്റെ ഭാഗമായിട്ട് ഒരു വാശിയോടുകൂടി വീറോടുകൂടി ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യുകയും ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ എല്ലാവരുടെ പ്രവർത്തനങ്ങളും ഏർപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ തവണയെങ്കിൽ നമ്മൾ വിജയിക്കുമെന്ന് എനിക്ക് ഭയങ്കരമായ ഒരു ധാരണയുണ്ടായി. അന്ന് ഉദുമ ജയിച്ചില്ലെന്ന് മാത്രമല്ല, അടുത്ത സർക്കാർ എന്റേതാണ്, ഞാൻ കാണിച്ചു തരാം എന്ന ഒരു നെഞ്ചുറപ്പോട് കൂടിയായിരുന്നു ഞാൻ അന്നറിയുന്നത്. അന്ന് നമ്മുടെ സർക്കാർ വന്നില്ല. ചിത്രകാരനും സംഘാടകനുമായ സുകുമാരൻ പൂച്ചക്കാട് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ VV പ്രഭാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഘവൻ കുളങ്ങര, ബാബു മണിയങ്ങാനം, സത്യൻ പൂച്ചക്കാട്, K അനിൽകുമാർ, ഹസീബ് ഹസൻ, ശ്രീജ പുരുഷോത്തമൻ, ജയശ്രീ മാധവൻ, കണ്ണൻ കരുവാക്കോട്, സുരേഷ് ബേക്കൽ, CK വേണു, രാജൻ ആയമ്പാറ, വേണു പള്ളം, സലീം പള്ളിക്കര, മാധവ ബേക്കൽ, PK അമ്പാടി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.